നമസ്കാരം. മനുഷ്യ മനസ്സിന്റെ ആഴങ്ങൾ അളക്കാൻ കഴിയാത്തത്ര സങ്കീർണമാണ്. ചിലപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന കടുത്ത ആഘാതങ്ങൾ മനുഷ്യരെ എത്തിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിചിത്രമായ ശീലങ്ങളിലേക്കായിരിക്കാം. അത്തരത്തിൽ ലോകത്തെയാകെ അമ്പരപ്പിച്ച ഒരു വാർത്തയായിരുന്നു അമേരിക്കയിലെ ഫ്ലോറിഡ സ്വദേശിനിയായ ടെമ്പസ്റ്റ് ഹെൻഡ്രിക്സ് എന്ന 19-കാരിയുടെ കഥ. ഈ യുവതി നേരിട്ടത് പൈക്ക എന്ന അപൂർവമായ ഈറ്റിംഗ് ഡിസോർഡർ ആയിരുന്നു. ടെമ്പസ്റ്റ് ഹെൻഡ്രിക്സിന്റെ ജീവിതം മാറിമറിഞ്ഞത് തന്റെ കാമുകനുമായുള്ള വേർപിരിയലിനു ശേഷമാണ്. ഏതൊരു കൗമാരക്കാരിയും പോലെ പ്രണയത്തകർച്ച അവളെ തളർത്തി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയും വിഷാദത്തിലൂടെയും കടന്നുപോയ നാളുകൾ. അപ്രതീക്ഷിതമായാണ് കുളിമുറിയിലെ സോപ്പിന്റെ ഗന്ധം അവളെ ആകർഷിക്കുന്നത്. ആദ്യം ആ ഗന്ധം ആസ്വദിച്ചു തുടങ്ങിയ ടെമ്പസ്റ്റ് പതിയെ സോപ്പിന്റെ പത നുണയാൻ തുടങ്ങി. അത് അവൾക്ക് ഒരുതരം മാനസിക സുഖം നൽകി തുടങ്ങി. ആ ലഹരിയിൽ നിന്ന് പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്ത വിധം അവൾ സോപ്പിനും ഡിറ്റർജന്റിനും അടിമയായി മാറുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് പിന്നീട് ടെമ്പസ്റ്റിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആഴ്ചയിൽ 5ഓളം ബാർ സോപ്പുകൾ അവൾ കഴിച്ചു തീർക്കുമായിരുന്നു. കേവലം സോപ്പ് കഴിക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല ഈ വിചിത്ര ശീലം. വസ്ത്രങ്ങൾ അലക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് പൗഡറും അവൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമായി മാറി. കുളിക്കുമ്പോഴും വസ്ത്രങ്ങൾ അലക്കുമ്പോഴും സോപ്പ് പതപ്പിച്ച് കഴിക്കുന്നത് അവൾക്കൊരു വലിയ ലഹരിയായിരുന്നു. സോപ്പിന്റെ രുചിയേക്കാൾ അതിന്റെ ഗന്ധവും പതയുമാണ് അവളെ ആകർഷിച്ചത്. മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുന്ന സോപ്പിന്റെ രുചി ടെമ്പസ്റ്റിന് നൽകിയത് സമാനതകളില്ലാത്ത സംതൃപ്തിയായിരുന്നു. ഭക്ഷണയോഗ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തെയാണ് വൈദ്യശാസ്ത്രം പൈക്ക എന്ന് വിളിക്കുന്നത്. മണ്ണ്, കല്ല്, കരിക്കട്ട, ചാരം, പേപ്പർ, സോപ്പ്, നൂല് തുടങ്ങിയവ ഇത്തരക്കാർക്ക് ഭക്ഷണമാണ്. ഇതിനു പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ശരീരത്തിൽ ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ ധാതുക്കളുടെ കുറവുണ്ടാകുമ്പോൾ ഇത്തരം വിചിത്ര വസ്തുക്കൾ കഴിക്കാൻ ശരീരം പ്രേരിപ്പിക്കാറുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദം, ഓട്ടിസം തുടങ്ങിയ അവസ്ഥകളിലുള്ളവരിലും പൈക്ക കണ്ടുവരാറുണ്ട്. ടെമ്പസ്റ്റ് ഹെൻഡ്രിക്സിന്റെ കാര്യത്തിൽ പ്രണയത്തകർച്ച മൂലമുണ്ടായ കടുത്ത മാനസികാഘാതമാണ് അവളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. സോപ്പ് കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന താൽക്കാലിക ആശ്വാസം അവളുടെ തലച്ചോറിൽ ഒരു പോസിറ്റീവ് സിഗ്നലായി പ്രവർത്തിച്ചു. സോപ്പും ഡിറ്റർജന്റും ശരീരത്തിനുള്ളിലെ അവയവങ്ങൾക്ക് കടുത്ത ആഘാതം സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളാണ്. ഇവ പതിവായി കഴിക്കുന്നത് ആമാശയത്തിന്റെയും കുടലിന്റെയും ആവരണങ്ങളെ നശിപ്പിക്കും. സോപ്പിലെ ടോക്സിനുകൾ കരളിനെയും വൃക്കകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഭക്ഷണയോഗ്യമല്ലാത്തവ വയറ്റിലെത്തുന്നത് കടുത്ത അണുബാധകൾക്ക് കാരണമാകും. ടെമ്പസ്റ്റിന്റെ അമ്മ അവളുടെ ഈ ശീലം കണ്ടെത്തിയതോടെയാണ് കാര്യങ്ങൾ ഗൗരവമായത്. മകളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അവർ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. ദീർഘനാളത്തെ ശാസ്ത്രീയമായ ചികിത്സയ്ക്കും കൗൺസിലിംഗിനും ശേഷമാണ് ടെമ്പസ്റ്റ് ഈ ശീലത്തിൽ നിന്ന് മോചിതയായത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കടുത്ത ഡയറ്റ് പ്ലാനും ഒപ്പം മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള തെറാപ്പികളും അവൾക്ക് നൽകി. സോപ്പിനോടുള്ള ആസക്തി കുറയ്ക്കാനുള്ള ചികിത്സകൾ ഒടുവിൽ ഫലം കണ്ടു. ഇന്ന് ടെമ്പസ്റ്റ് ഹെൻഡ്രിക്സ് ആ വിചിത്രമായ ശീലത്തിൽ നിന്നും പൂർണ്ണമായും മോചിതയാണ്. തന്റെ കഥയിലൂടെ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത്തരം അസ്വാഭാവികമായ ശീലങ്ങൾ കണ്ടാൽ ഒളിച്ചുവെക്കാതെ ചികിത്സ തേടേണ്ടതിനെക്കുറിച്ചും അവൾ ലോകത്തോട് പറഞ്ഞു. മാനസിക സമ്മർദ്ദം ഓരോരുത്തരിലും ഓരോ തരത്തിലാണ് പ്രതിഫലിക്കുന്നത്. വിചിത്രമായ ശീലങ്ങളോ ഭക്ഷണ രീതികളോ ഒരാളിൽ കണ്ടു തുടങ്ങുന്നത് അവരുടെ മനസ്സ് സഹായത്തിനായി നിലവിളിക്കുന്നതിന്റെ ലക്ഷണമാകാം. ശരിയായ സമയത്ത് നൽകുന്ന കരുതലും ചികിത്സയും ഒരു ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. വെബ് ഡെസ്ക് തത്വമൈ TV.